ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ സുരേഷും റോക്കിയും ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാര വിഷയം മൊത്തം ജാസ്മിനെ കുറിച്ചാണ്. ജാസ്മിനെ കുറിച്ച് ഓരോ കാര്യങ്ങളാണ് റോക്കി വിശദമാക്കി പറയുന്നത്. റോക്കി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ എന്തിന് പ്രതികരിക്കുന്നു, ഞാൻ എന്തിന് സംസാരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് പ്രതികരിക്കാനും സംസാരിക്കുവാനുമാണ്. ഇവിടെ ഇതൊന്നും വേണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് റോക്കി സുരേഷിനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ കുറിച്ച് പറയുന്ന ഇതാണ്: അവൾ ഇവിടെ കാണിക്കുന്നത് ഇതാണ്, പൊട്ടിച്ചിരിയും പൊട്ടിത്തെറിയും പൊട്ടിക്കരച്ചിലും. ഇത് 3 കാര്യങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ. ഇത് വെച്ച് മാത്രമേ അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇവൾ ഇത് വെച്ചാണ് ആളുകളെ ഓരോരുത്തരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറ്റിക്കലിൽ കുറച്ചു പേരൊക്കെ പെട്ടുപോകും എന്നാണ് റോക്കി പറയുന്നത്. അതുപോലെ തന്നെ റോക്കി പറയുന്നു: എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് പെൺസുഹൃത്തുക്കളാണ്, അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വരാനുള്ള കാരണവും ഒരു പെണ്ണ് തന്നെയാണ്. അവരെല്ലാ പണികളും ചെയ്ത് പിന്നെ കിടന്നുറങ്ങി, പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്നത് ഞാൻ പറയും. കാരണം ആണുങ്ങളെക്കാട്ടിലും ഒരുപടി എപ്പോഴും അവർ മുമ്പിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഡ്രാമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾ ഫാഷൻ റൂമിൽ നിന്ന് ഇറങ്ങി കരയുന്നു, പൊട്ടിക്കരയുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേന് അവൾ ചിരിച്ചുകൊണ്ട് വരുന്നു, എനിക്ക് കൈ നീട്ടുന്നു. എനിക്ക് കൈ നീട്ടിയപ്പോൾ ഞാൻ കൊടുത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ 2 പേരോട് മാത്രം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. എനിക്കിവിടെ 2 പേരോട് ക്ഷമിക്കാൻ പറ്റില്ല, ഗബ്രിയോടും ജാസ്മിനോടും എന്നാണ് റോക്കി പറയുന്നത്. എന്തുവായാലും റോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനി വരും നിമിഷങ്ങളിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനൊക്കെ ഈ ചാനലുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.